ഇന്ത്യൻ ഗവൺമെന്റ് ഡിജിറ്റൽ പേയ്മെന്റുകൾ പ്രോത്സാഹിപ്പിക്കുകയും നികുതി വെട്ടിപ്പ്, കള്ളപ്പണം തുടങ്ങിയ അനധികൃത സാമ്പത്തിക പ്രവർത്തനങ്ങൾ തടയുകയും ചെയ്യുന്നതിന് പണമിടപാടുകൾക്കായി കർശന നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആദായനികുതി നിയമത്തിലെ സെക്ഷൻ 269 പ്രകാരം ഒരാൾക്ക് 2 ലക്ഷം രൂപയോ അതിലധികമോ പണമായി സ്വീകരിക്കാൻ അനുവദനീയമല്ല. അതുപോലെ തന്നെ പണം പിൻവലിക്കുന്നതിലും നിക്ഷേപിക്കുന്നതിലും പ്രത്യേക പരിധികളും ബാധ്യതകളും നിലവിലുണ്ട്. സെക്ഷൻ 194 പ്രകാരം കഴിഞ്ഞ 3 വർഷമായി ആദായനികുതി റിട്ടേൺ സമർപ്പിക്കാത്ത വ്യക്തികൾക്ക് 20 ലക്ഷം രൂപയേക്കാൾ കൂടുതലുള്ള പിൻവലിക്കലുകൾക്ക് 2% ബാധകമാണ്. 1 കോടി രൂപയേക്കാൾ അധികം പിൻവലിച്ചാൽ 5% വരെ ബാധകമാകാം. സേവിംഗ്സ് അക്കൗണ്ടിൽ 10 ലക്ഷം രൂപയും കറന്റ് അക്കൗണ്ടിൽ 50 ലക്ഷം രൂപയും ക്യാഷായി നിക്ഷേപിച്ചാൽ നികുതി വകുപ്പിനെ അറിയിക്കേണ്ടതുണ്ട്. ബാങ്കുകൾ, സർക്കാർ സ്ഥാപനങ്ങൾ, പോസ്റ്റ് ഓഫീസുകൾ മുതലായ ചില സ്ഥാപനങ്ങൾക്ക് ഈ വ്യവസ്ഥകളിൽ നിന്ന് ഒഴിവുണ്ട്. ഈ നിയന്ത്രണങ്ങൾ പാലിക്കാതെ നടത്തുന്ന ഇടപാടുകൾക്ക് കനത്ത പിഴയും നിയമപരമായ നടപടികളും അനുഭവിക്കേണ്ടിവരുമെന്നതാണ് പ്രധാന സൂചന.